സംഗമത്തിൻ്റെ ചോദ്യോത്തര സെഷൻ സമാരംഭിക്കുകയാണ്. ഈ സെഷൻ്റെ ആമുഖ സംസാരം നിർവഹിക്കാൻ ISMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് UP യഹിയ ഖാൻ മദനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അന്യൂനമായിട്ടുള്ള ആദർശത്തിൻ്റെ അജയ്യത എക്കാലത്തും ഏത് ആദർശങ്ങളെയും അതിജയിച്ചുകൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല. പടച്ചതമ്പുരാൻ മാനവകുലത്തിന് ജീവിത ദർശനമായി കൊണ്ട് അവതരിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ദൗത്യം. ആ ഒരു ദൗത്യത്തിന് മങ്ങലേൽക്കാതെ എക്കാലഘട്ടത്തിലും പണ്ഡിതന്മാരും നേതാക്കന്മാരും പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം കാലങ്ങളായിക്കൊണ്ട് നിർവഹിച്ചു പോരുന്ന ഈ ഉന്നതമായിട്ടുള്ള ദൗത്യം ഒരു കാലത്തും കളങ്കമേൽപ്പിക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനം അതിനുവേണ്ടി യാതൊരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും സത്യാന്വേഷികളായിട്ടുള്ള സദ്ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമായി ഇത്രയും സുതാര്യമായ തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആദ്യപടിയായിക്കൊണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച്, കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് ഈ മാസം ആദ്യത്തിൽ വിപുലമായിട്ടുള്ള ആദർശ സംവാദം മുഖാമുഖം സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ മധ്യഭാഗത്തും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലുമൊക്കെ ഇതുപോലെ വിശ്വാസപരമായിട്ടുള്ള ആശങ്കയിൽ നിൽക്കുന്ന ആളുകൾക്ക് വ്യക്തത നൽകുവാനും ഇസ്ലാമിൻ്റെ തനതായ ആദർശങ്ങൾ എക്കാലഘട്ടത്തിലും ഉയർന്നു നിൽക്കുവാനുമായി വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം എന്ന നിലക്കാകുന്നു ISM ഈ പരിപാടിയുമായി മുന്നോട്ടു പോകുന്നത്. മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആദർശ മുഖാമുഖത്തിൽ ഇവിടെ ഇനി നടക്കുവാനിരിക്കുന്നത് സംശയങ്ങൾക്കുള്ള ദൂരീകരണമാകുന്നു. ഏത് വിഷയത്തിലും തൗഹീദുമായി ബന്ധപ്പെട്ട ആദർശ സംബന്ധിയായ വിശ്വാസപരമായിട്ടുള്ള ഏതൊക്കെ വൈജാത്യങ്ങളുള്ള ആളുകൾക്കും ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് സ്വാഗതമരുളുകയാണ്. മുഴുവൻ സംശയങ്ങളും തീരുന്നതുവരെ ചോദിക്കുവാനും വ്യക്തത വരുത്തുവാനും ആത്മാർത്ഥമായ ശ്രമമാണ് ഉണ്ടാകേണ്ടത് എന്ന് ചോദ്യകർത്താക്കളോട് സംഘാടക സമിതിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മോഡറേറ്റർ സൂചിപ്പിക്കുന്നതാണ്. ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി കൊണ്ടാകുന്നു ISMഉം അതിൻ്റെ മാതൃഘടകവും ഒക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്ദേശശുദ്ധിക്ക് കോട്ടം തട്ടാത്ത രൂപത്തിൽ ഇതിൽ സന്നിഹിതരാകുന്ന എല്ലാ സഹോദരങ്ങളും ആത്മസംയമനത്തോടുകൂടെ, പഠന താല്പര്യത്തോടുകൂടെ, സത്യാന്വേഷണ ത്വരയോടുകൂടെ ഈ സംരംഭത്തെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വേദിയിലുള്ള സമാധാനീയരായ പണ്ഡിതരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസം, വിശുദ്ധി, നവോത്ഥാനം എന്ന പ്രമേയത്തിലാണ് ഏതാണ്ട് 4-5 മാസക്കാലമായി കേരളത്തിൽ
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വിശ്വാസം എന്നത് അവലംബമുള്ളതും അടിത്തറയുള്ളതുമാണ്. അന്ധമായി സ്വീകരിക്കുന്ന ഒന്നിനെ ശരിയായ വിശ്വാസം എന്ന് പരിചയപ്പെടാറില്ല. വിശ്വാസ കാര്യങ്ങൾ സംശയമില്ലാതെ സ്വീകരിക്കേണ്ടതാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക അധ്യാപനത്തിന്റെയും സാരാംശം വിശ്വാസ കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിച്ച് സംശയങ്ങൾ ദൂരീകരിച്ച് വ്യക്തത വരുത്തി മനുഷ്യ സമൂഹത്തിലേക്ക് കൈമാറുക എന്നതാണ്. ആ നിലയ്ക്ക് പ്രബോധകന്മാരായ ആളുകൾ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ ആശയ ആദർശങ്ങൾ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്നത് സുവ്യക്തമായിട്ടായിരിക്കണം എന്ന് ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മൗലികമായ പ്രത്യേകത അത് പ്രതിനിധീകരിക്കുന്ന ആദർശം സരളമാണ്, സമഗ്രമാണ്, സംശയരഹിതമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇസ്ലാം ആദർശ പ്രമാണമായി അംഗീകരിക്കുന്ന ഖുർആനിന്റെയും പ്രവാചക തിരിച്ചടിയുടെയും അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രബോധന ദൗത്യം ക്രമീകരിച്ചിട്ടുള്ളത്. വ്യക്തി ആദർശങ്ങൾ കാലാന്തരേണ അപകടങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. യുഗങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ആദർശം പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ അധികാരത്തിന്റെയോ പേരിൽ പുണർന്ന ആളുകൾക്ക് തിരുത്തുകയും തിരുത്തി എഴുതുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇസ്ലാം കാലഹരണപ്പെടാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിക ആശയത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആദർശവും കാലഹരണപ്പെടുകയില്ല, കാലഹരണപ്പെടേണ്ടതുമില്ല. ഇവിടെ ഒരു ആദർശ സംവാദമാണ് നടക്കുന്നത്. സദസ്സിലുള്ള സഹോദരങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാർ വിശദീകരണവും അതിന്റെ മറുപടിയും നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണിത്. നമ്മുടെ പ്രദേശത്തിന്റെ നിയമ നിർമ്മാണ വകുപ്പുകളുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ 9 മണിയോടെ ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് ആളുകൾ അവരുടെ സംശയം ഉന്നയിക്കാൻ വേണ്ടി മുമ്പിലുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ ആളുകൾക്കും അവരവരുടെ സംശയത്തിന് ദൂരീകരണം കാണും വിധം സൗകര്യം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. സമയത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ എത്ര വേണമെങ്കിലും ചോദിക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് പരിഹാരം കാണുവാനും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓരോ ആളുകളും അവരവർ ചോദിക്കുന്ന സമയത്തുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് വിശ്വാസത്തിന്റെ മർമ്മം. ഏകദൈവ വിശ്വാസം, തൗഹീദ്, ഇസ്തിഗാസ, സിഹർ, ജിന്ന് സഹായാഭ്യർത്ഥന, നവോത്ഥാന പ്രസ്ഥാനം, ഈ ഏരിയകളെ കേന്ദ്രീകരിക്കുന്ന വിഷയത്തിൽ അധിഷ്ഠിതമായതായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത്. കർമ്മശാസ്ത്ര സംബന്ധമായതോ മസ്അല സംബന്ധമായതോ ആയ കാര്യങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മറ്റു സന്ദർഭങ്ങളിലേക്ക് ആ ചോദ്യം മാറ്റിവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷയാധിഷ്ഠിതമല്ലാത്ത ചോദ്യങ്ങൾ സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു മോഡറേറ്റർ എന്ന നിലയ്ക്ക് ആ ചോദ്യത്തിന് തൽക്കാലം ഈ വേദിയിൽ മറുപടി പറയാൻ പ്രയാസമായിരിക്കും. സമയം അനുവദിക്കുമെങ്കിൽ അവസാന ഭാഗത്ത് അവരുടെ ചോദ്യത്തിന് മറുപടി നമ്മൾ നൽകുന്നതും ആയിരിക്കും. അപ്പൊ വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കുക. ചോദ്യം പ്രസംഗമാകാതിരിക്കുക. പറയേണ്ട ഭാഗങ്ങൾ സംക്ഷിപ്തമായി നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടായിരിക്കുകയും വിശദീകരിച്ച് പറയുന്നത് കൂടുതൽ ചോദ്യങ്ങൾക്കും കൂടുതൽ മറുപടികൾക്കും സമയക്കുറവ് അനുഭവപ്പെടാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി പാലിക്കണം എന്ന് ഉണർത്തുകയാണ്.
ചോദ്യം ചോദിക്കാൻ പ്രത്യേകമായ സൗകര്യം കസേര ഇവിടെ ഇട്ടിട്ടുണ്ട്. അതില് ചോദ്യകർത്താക്കളായ ആളുകൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഒരു വളണ്ടിയറെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വളണ്ടിയറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യത്തിനു ശേഷം ആ ചോദ്യത്തിന്റെ വിശദീകരണം ഏതു പണ്ഡിതനാണ് നിർവഹിക്കുക എന്ന് ഇവിടെ അറിയിക്കുന്നതാണ്. ആ അറിയിക്കുന്നതിനനുസരിച്ചാണ് ഇതിന്റെ മറുപടി ഉണ്ടാകുന്നത്. കൂടുതൽ കാര്യങ്ങൾ തത്സമയങ്ങളിൽ ആവശ്യമെങ്കിൽ സൂചിപ്പിക്കാം എന്ന് മാത്രം ഈ ഉത്ബുദ്ധ സദസ്സിന് മുമ്പിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വളരെ സ്നേഹാദരപൂർവ്വം സദസ്സിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജാബിർ വഴിക്കടവ്. ഈ മഹാന്മാരോടും അതേപോലെ തന്നെ ഔലിയാക്കളോടും തേടുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ തേട്ടം പ്രാർത്ഥനയാണെങ്കിലല്ലേ അത് ശിർക്കാവുകയുള്ളൂ. ഈ പ്രാർത്ഥനയുടെ നിർവചനത്തിൽ ഈ തേട്ടം ഉൾപ്പെടുമോ? ഇതാണ് എൻ്റെ ഇതിന് മറുപടി നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ ആദർശ സംവാദത്തിന്റെ രണ്ടാമത്തെ സെഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അതിനുശേഷമുള്ള വിഷയാവതരണവും ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യോത്തര സെഷനാണ് നടക്കുന്നത്. ഓരോ ചോദ്യത്തിനും അർഹിക്കുന്ന വിധത്തിലുള്ള മറുപടി, വിശകലനം, വിശദീകരണം നമ്മുടെ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം ഔലിയാക്കളോടുള്ള തേട്ടം, സഹായ തേട്ടം ശിർക്കാണോ? ദുആഇന്റെ പരിധിയിൽ അത് പെടുന്നുണ്ടോ? ദുആഇന്റെ നിർവചനം അനുസരിച്ച് അതൊരു ദുആ ആയി മാറുമോ എന്നതാണ്. ദുആഇന്റെ നിർവചനം അടക്കമുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ചോദ്യകർത്താവും നമ്മുടെ സദസ്സും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷിർക്കാണോ തൗഹീദാണോ അല്ലെങ്കിൽ ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ വിധിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് ഷിർക്കാണോ തൗഹീദാണോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടാണ്. ഒരു നിർവചനം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒരു കാര്യവും വിശദീകരിക്കാറില്ല. അങ്ങനെ നിർവചനം പറയുന്നത് വിശുദ്ധ ഖുർആന്റെ ശൈലിയല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച രൂപവുമല്ല. ഭാഷാ ഗ്രന്ഥങ്ങളും അതുപോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെയാണ് ആ വിഷയത്തിൽ അവരുടേതായ പണ്ഡിതന്മാരുടെ നിർവചനങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അതിൽ ഓരോരുത്തരും മനസ്സിലാക്കിയതനുസരിച്ചുള്ള ഏറ്റക്കുറവുകളും വ്യത്യാസങ്ങളും ഒക്കെ നിർവചനത്തിൽ സംഭവിക്കും. വിശുദ്ധ ഖുർആൻ ദുആ അല്ലെങ്കിൽ തേട്ടം എന്ന് പറയുന്നതിന് മാത്രമല്ല നിർവചനം പറയാതിട്ടുള്ളത്. ഷിർക്കിന്റെ നിർവചനം ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇബാദത്തിന്റെ നിർവചനം ഖുർആൻ പറഞ്ഞിട്ടില്ല. സ്വലാത്ത്, നമസ്കാരം എന്ന അർത്ഥം പറയുന്ന സ്വലാത്ത്, അതിന്റെ നിർവചനം ഖുർആൻ പറഞ്ഞിട്ടില്ല.
തഖ്വ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. ഖുർആൻ അതിന്റെ നിർവചനം പറഞ്ഞിട്ടില്ല. എന്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതിന്റെ ഏതൊക്കെ ശിർക്കാവും തൗഹീദാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിർവചനം ചോദിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒരു വസ്തുത മനസ്സിലാക്കുക എന്ന പ്രേരകമല്ല ഉള്ളത്. അതൊരു താർക്കികന്റെ ശൈലിയാണ്. നിർവചനം ചോദിച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുത്ത് പിന്നെ മറുകൾ ചാടി അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ്. ഇത് വളരെ മുമ്പേ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കൊട്ടപ്പുറത്ത് നടന്ന സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തോടുണ്ടായിരുന്ന ചോദ്യത്തിൽ ഷിർക്കിന്റെ നിർവചനം എന്താണ് എന്നാണ്. ഷിർക്കാകുന്ന കാര്യങ്ങൾ വിശദീകരിച്ചതിന് പുറമെ അന്ന് ആ വിഭാഗം അംഗീകരിക്കുന്ന കിതാബുകൾ ഉദ്ധരിച്ച് ഷിർക്കിന്റെ നിർവചനം പറഞ്ഞു. അപ്പം അതിൽ കടിച്ചു തൂങ്ങി പിന്നെയും വിഷയമുണ്ടാക്കി വർഷങ്ങളോളം ഷിർക്കിന് നിർവചനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു നടന്നിരുന്നു. പക്ഷെ ആളുകൾ മുജാഹിദ് പക്ഷത്തുള്ള വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്ക് എന്താന്ന് മനസ്സിലാക്കിയിരുന്നു, തൗഹീദ് എന്താന്ന് മനസ്സിലാക്കിയിരുന്നു. നൂറുകണക്കിന് ആളുകൾ ആ സംവാദത്തിന് ശേഷം പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഷിർക്കിന് നിർവചനം കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ മുജാഹിദ് പക്ഷത്ത് അങ്ങോട്ട് പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആളുകൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പൊ വിഷയം ഈ അള്ളാഹു അല്ലാത്ത ആളുകളോട്, ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കുന്നതും തേടുന്നതുമൊക്കെ ഷിർക്കാണോ അല്ലേ എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ആരാണ് ഈ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ? അത് നമ്മൾ കാറ്റഗറി തിരിച്ചുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാർ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്മാർ ചെയ്യാത്ത, സാധാരണ മനുഷ്യന്മാർ പാലിക്കുന്ന നിയമങ്ങളൊന്നും പാലിക്കാത്ത, മറ്റേതോ സിദ്ധി വൈഭവങ്ങളും വിലായത്തും കറാമത്തും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളോട് മനുഷ്യ സാധ്യമല്ലാത്ത കാര്യങ്ങൾ തേടുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. ഈ ചോദ്യം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമായതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികളായ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന മനുഷ്യന്മാരോടായതുകൊണ്ട് അള്ളാഹുവിന്റെ അവകാശത്തിൽ പങ്കു ചേർക്കലാണത്. ആ പങ്കു ചേർക്കുന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കൽ എന്നാണ്. അത് വളരെ വ്യക്തമാണ്, ഒരു സംശയമില്ലാത്ത വിധത്തിൽ മനസ്സിലാകുന്ന കാര്യമാണത്. ഇപ്പൊ നമ്മള് ഒരു സഹായ തേട്ടം എന്നത് ഭൗതികമായ ഒരു ആവശ്യം എന്ന നിലക്ക് നമ്മൾ പലതും ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ഷിർക്കാകുന്നില്ല. അതിന് കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വതആവനു അലൽ ബിർരി വത്തഖ്വാ, ധർമ്മനിഷ്ഠയുടെയും പുണ്യത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹായം ആവശ്യപ്പെടുക. അത് പരസ്പരം നടത്തുന്ന ഒരു സഹായമാണ്, താവുനാണ്. ആ സഹായം നമ്മൾക്ക് ആരോടും മുസ്ലിങ്ങളോടും അല്ലാത്തവരോടും ഒക്കെ ചോദിക്കാം. പരസ്പരം അങ്ങോട്ടും ചോദിക്കും ഇങ്ങോട്ടും ചോദിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായാർത്ഥനകളാണ്, സഹായ രൂപങ്ങളാണ്. ഇത് അതിനപ്പുറം നമ്മൾക്കൊരു ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ആ വ്യക്തിക്ക് സാധ്യമല്ലാത്ത, മനുഷ്യ സാധ്യമല്ലാത്ത രീതിയിൽ, അഭൗതികമായ രീതിയിൽ, വൈബിയായ രൂപത്തിൽ സഹായം കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഇവിടെ ഔലിയാക്കന്മാർ ചോദിക്കുന്ന തേട്ടം എന്ന് പറയുന്നത്. അതിന് ചോദ്യം എന്ന് പറഞ്ഞാലും തേട്ടം എന്ന് പറഞ്ഞാലും പ്രാർത്ഥന എന്ന് പറഞ്ഞാലും നടക്കുന്നതൊക്കെ ഒരേ കാര്യമാണ്. ഏത് വാക്കുപയോഗിച്ചാലും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ഉദാഹരണമായിട്ട് ബദരീങ്ങളെ, ഔലിയാക്കന്മാരാണൊക്കെ, ബദരീങ്ങളെ കാക്കണേ, ഇതൊരു സഹായ തേട്ടമാണ്. മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ, ഇത് വേറൊരു സഹായ തേട്ടമാണ്. ഇതേ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്ന അള്ളാഹുവേ കാക്കണേ, അള്ളാഹുവേ രക്ഷിക്കണേ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആരോട് ചോദിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കാര്യം ചോദിക്കുന്ന ആളുടെ ഉദ്ദേശം രണ്ട് ഭാഗത്തു നിന്നും അള്ളാഹുവിനോടായാലും സഹായം കിട്ടണം. അതെങ്ങനെയാണ് നമ്മൾക്കറിയില്ല. അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ സഹായിക്കുമെന്നാണ്. ബദരീങ്ങൾ എന്ന് പറയുന്നത് 1400 വർഷം മുമ്പ് ബദർ രക്തസാക്ഷികളായവരോ അല്ലെങ്കിൽ ബദർ പങ്കെടുത്തവരോ ആയ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ ആളുകളാണ്. ഏറ്റവും വലിയ സേവനമായിട്ട് ഇസ്ലാം പരിഗണിക്കുന്ന രംഗമാണത്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് അവർ. ആ ഔലിയാക്കന്മാരെ ഇവിടെ വെച്ച് മഞ്ചേരിയിൽ നിന്ന് ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം നടത്തുന്ന ഒരു സഹായത്തിന്റെ പരിധിയിലല്ല അത് വരുന്നത്. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ അതേപോലെ ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി ഏതോ മറഞ്ഞ വഴിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയുള്ള ചോദ്യമാണ്. ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടൊരു ചോദ്യം മരിച്ചുപോയ ബദരീങ്ങൾ എന്ന ഔലിയാക്കന്മാരോട് നടത്തുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ അവകാശത്തിൽ പങ്കുചേർക്കലാണ്.
അള്ളാഹുവിന് മാത്രമുള്ളത് വേറൊക്കെ ഓരി വെച്ചു കൊടുക്കലാണ്. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഭൗതികമായ സഹായ തേട്ടം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഴ കിട്ടാതെ വന്നൊരു സന്ദർഭം, ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് വെള്ളിയാഴ്ച മിമ്പറിൽ നിൽക്കുന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വരൾച്ച ബാധിച്ചിരിക്കുന്നു, കൃഷി നശിച്ചിരിക്കുന്നു, കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നബിയോട് അപേക്ഷിച്ചൊരു അപേക്ഷയാണ്. ഒരു പ്രശ്നവും അതില്ല. റസൂൽ അള്ളാഹുവിന്റെ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. മഴ കിട്ടി. അവർക്ക് ആ ജുമാ പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ മഴ കിട്ടി. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മനുഷ്യൻ സഹായത്തേട്ടം നടത്തി. അനുവദനീയമായ രൂപമാണ് അത്. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഭൗതികമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി, വഫാത്തായി. അദ്ദേഹത്തെ ഖബറടക്കിയത് ആ മിമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ച ആ പള്ളിയുടെ തൊട്ടരികത്ത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വരൾച്ച ബാധിച്ചു. ബുഖാരി ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു മറ്റാരെങ്കിലും റസൂലിന്റെ ഖബർ തൊട്ടടുത്തുണ്ടല്ലോ, അതുകൊണ്ട് റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നമുക്കൊന്ന് തേടാം എന്ന് അവരാരും പറഞ്ഞില്ല, റസൂലിനോട് ചോദിച്ചില്ല. തൊട്ടടുത്തുള്ള ആ മിമ്പറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തോട് ചോദിച്ചില്ല. അതിന് കാരണം ആ ചോദ്യം ഭൗതികമായ രൂപത്തിൽ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു ചോദ്യമാണ്. മറഞ്ഞ വഴിക്ക് സഹായിക്കുക എന്നുള്ളത്, നമുക്കറിയാത്ത വഴിയിലൂടെ സഹായിക്കുക എന്നുള്ളത്, അത് റസൂലുള്ളാഹിനോട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചില്ല. ഉമറുള്ളാഹിന് പകരം ചെയ്തത് നമസ്കാരത്തിൽ നേതൃത്വം നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ആ മദീന പള്ളിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. അത് ഭൗതികമായ രൂപമാണ്. അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു വ്യത്യാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. തേട്ടം, സഹായം എന്നൊക്കെ ചില വാക്കുകൾ മലയാളത്തിൽ പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ചെയ്യുന്നത്. ഇത് തൗഹീദ്. നമുക്ക് നിങ്ങൾ ഈ വസ്വാസിന്റെ പ്രശ്നത്തില് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഏകദൈവാര തൗഹീദിനാണ് ഈ കോട്ടം സംഭവിക്കുന്നത്. അങ്ങനെ കോട്ടം തട്ടുന്ന വിധത്തിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തൗഹീദിനെ, ശിർക്കിനെ തൗഹീദാക്കി മാറ്റുകയും അള്ളാഹു അല്ലാത്തവരോടുള്ള ഔലിയാക്കന്മാരും അതുപോലുള്ള ആളുകളോടും മറഞ്ഞ വഴിക്ക് ജിന്ന് പല രൂപത്തിലും അത് പുതിയ പുതിയ രൂപങ്ങൾ തേടി വന്നു. അവരോടൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശിർക്കിനെ തൗഹീദാക്കി മാറ്റുന്ന ജാലവിദ്യയാണ് ഈ മലയാളത്തിലെ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഖുർആന്റെ ആയത്താണ്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് പരാമർശിച്ചാണ്. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ അവരതിന് പറഞ്ഞത് ന്യായം. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ തേടുകയും പ്രാർത്ഥിക്കുകയും ഇബാദത്തും ഒക്കെ ചെയ്യുന്നത് എന്നാണ്. ഈ പ്രാർത്ഥന ഇബാദത്താണ്, ഈ തേട്ടം ഇബാദത്താണ്. അതുകൊണ്ടാണ് ഇബാദത്ത് എന്ന വാക്ക് അവർ ഉപയോഗിച്ചത്. അത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കാൻ ഔലിയാക്കന്മാർ ഉപയോഗിച്ചതെന്നാണ്. അതേ ആശയത്തിന് തന്നെയാണ് കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യാഥാസ്ഥിക വിഭാഗം ഈ അള്ളാഹുവില്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അതേ കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ ചെയ്താലും ഇവിടെ ചെയ്താലും ഒരേപോലെ ഷിർക്കായി മാറും. ആ ഷിർക്കിനെതിരുള്ള പോരാട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചെയ്യാനുള്ളത് തന്നെയാണ്. ഈ വസ്വാസുകളിൽ നിന്ന് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അത് വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും വളരെ മുമ്പേ വിശദീകരിച്ചു വരുന്നതാണ്. അതിലൊരു വസ്വാസിന്റെ പ്രശ്നമേ ഇല്ല. അപകടത്തിൽപ്പെടുന്ന ഒരു മനുഷ്യൻ അപകടത്തിന് രക്ഷപ്പെടാൻ വേണ്ടി കരക്ക് നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന മുഹീദ്ദീനെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതും അതിനപ്പുറം അതേ ആൾ തന്നെ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ആർക്കും മനസ്സിലാകുന്നതാണ്. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാഹനാപകടത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മൊയ്തീനെ കാക്കണേ എന്ന് പറയുമ്പോൾ അയാൾ സഹായിക്കുന്ന രൂപം ആർക്കും തിരിച്ചറിയും. എന്നാൽ മൊയ്തീൻ ശൈഖെ കാക്കണേ എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ സ്ഥലത്തുള്ള ആളല്ല, മറഞ്ഞ വഴിക്ക് ഏതോ രീതിയിൽ സഹായിക്കുമെന്നാണ്. ആ സഹായ തേട്ടം അദ്ദേഹത്തിന് സാധ്യമാകുന്നതല്ല. അതേ തേട്ടമാണ് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും ഉള്ളത്. അത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയുന്ന സഹായമാണ്. ആ സഹായം മൊയ്തീൻ ശൈഖിലേക്ക് ആരോപിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ അവകാശത്തിൽ പങ്കുവെക്കലാണ്. ഇതാണ് ഷിർക്ക്. അസ്സലാമു അലൈക്കും.
എൻ്റെ പേര് മുഹമ്മദ് അലി. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ജിന്നിനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ജിന്ന് സഹായിക്കും എന്നാണ് സക്കരിയ വിഭാഗം പറയുന്നത്. എന്നാൽ സിഹിർ ബാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന AP വിഭാഗം യഥാർത്ഥത്തിൽ ചെയ്യുന്നതും അതുതന്നെയാണ്. കാരണം ഈ സിഹിറിൽ ഈ ജിന്നിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജിന്നിൻ്റെ സഹായം ലഭ്യമാകുന്നു എന്നുള്ളത് തന്നെ ഇവരും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നിരിക്കെ ഈ AP വിഭാഗത്തോട് കുറച്ചു കാലമായി ഈ ആദർശ സംവാദം നടത്തുന്ന ISM അല്ലെങ്കിൽ KNM മൃദു സമീപനം സ്വീകരിച്ചു വരുന്നതായിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുപുറമല്ല ഒരു പുറമായ ഈ വിഭാഗത്തിനോട് എങ്ങനെ മൃദു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നു? വിശദീകരിക്കുക. ചോദ്യത്തിന്റെ മറുപടി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ നിർവഹിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അബാദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യത്തിൽ വിഷയാധിഷ്ഠിതമായി ഉത്തരം പറയേണ്ട കാര്യങ്ങളില്ല. ഈ സംഘാടകരുടെ ഒരു മൃദു സമീപനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശത്തിൻ്റെയും പ്രാസ്ഥാനികമായിരിക്കുന്ന ആത്മാർത്ഥതയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏതൊരാളോടും മൃദു സമീപനമാണെങ്കിലും പരുഷ സമീപനമാണെങ്കിലും ഉള്ളത്. ആദർശത്തിൽ മായം കലർത്തുന്നവർ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരാണെങ്കിൽ പോലും അതിനെ വകവെക്കാതെ മുന്നോട്ട് പോയ ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. ആ ചരിത്രം അവകാശപ്പെടുവാൻ സാധിക്കുന്ന ഏക വിഭാഗമാണ് ഈ ആദർശ സംവാദം ഇവിടെ സംഘടിപ്പിക്കുന്ന ISM-ഉം അതിൻ്റെ മാതൃഘടകമായിരിക്കുന്ന KNM. അതുകൊണ്ട് തന്നെ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ രണ്ട് വിഭാഗം ആളുകൾ രണ്ട് ചേരിയിൽ നിൽക്കുമ്പോൾ അതിൽ ഒരു വിഭാഗത്തോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ആ വിഷയത്തിൽ ഇപ്പോ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവരുടെ കഴിവിൽപ്പെട്ട ചില സഹായങ്ങൾ ചെയ്തു തരും എന്ന് സക്കരിയ സ്വലാഹി പറയുന്നു. അതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത് എന്നും. എന്നാൽ സിഹിറിന്റെ വിഷയത്തിൽ ജിന്നുകളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സിഹിർ ചെയ്യുന്നത് എന്നും ഫലിക്കുക എന്നൊക്കെ പറയുന്ന